هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളും അള്ളാഹുവിൻ്റെ നിയമങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ, അങ്ങനെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാഥൻ നമ്മെ തുണക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയും അതിനുശേഷം മദീനയിലുണ്ടായ സാഹചര്യങ്ങളും ഇസ്ലാമിൻ്റെ വിജയവും അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരിക്കും. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുബന്ധത്തിൽ നമ്മുടെ പുതിയ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് ഒരാലോചന നടത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാറുൽ ഇസ്ലാം സ്ഥാപിച്ചു മദീന കേന്ദ്രമായിട്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ നേതാവായിട്ട് തെരഞ്ഞെടുത്തു. വളരെ പ്രതികൂലമായ സാഹചര്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനെയൊക്കെ തരണം ചെയ്ത് ഇസ്ലാമിക ഖിലാഫത്ത് ഭദ്രമായിട്ട് നിലനിർത്തി. രണ്ടര വർഷക്കാലം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചു. ആഭ്യന്തര കലഹങ്ങളുണ്ടായി. നബി മരിച്ചു എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയി. മുർത്തദ്ദുകൾ, കപടവിശ്വാസികൾ തലപൊക്കി. കള്ളപ്രവാചകന്മാർ കുറേ പേരുണ്ടായി. ഞാനും നബിയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളുണ്ടായി. ഉള്ളിൽ സക്കാത്ത് നിഷേധികളുണ്ടായി. പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെട്ടു. ഇതെല്ലാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുകയും അങ്ങനെ ഇസ്ലാമിക ഖിലാഫത്തിനെ ഭദ്രമായിട്ട് ഉറപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പക്ഷെ ചെറിയൊരു കാലം അതിനുശേഷം അദ്ദേഹം ലോകത്തോട് വിടവാങ്ങി. അതിനുശേഷം പിന്നീട് മഹാനായ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിക ഖിലാഫത്തെ ഏറ്റെടുത്തത്. ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നീതിമാനായ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളല്ലാത്ത പലരും പറഞ്ഞിട്ടുണ്ട് അത് ഖലീഫ ഉമറായിരുന്നു. ഒരു പതിറ്റാണ്ട് 10.5 വർഷം അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്തിന് നേതൃത്വം നൽകി ഖലീഫയായി ഭരിക്കുകയും നയിക്കുകയും ചെയ്തു. വലിയ പുരോഗതികൾ, വലിയ മാറ്റങ്ങൾ ലോകത്തുണ്ടായി. ഇസ്ലാമിക രാജ്യത്തുണ്ടായി, ലോകത്ത് തന്നെ ഉണ്ടായി. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികൾ 2 റോമയും പേർഷ്യയും ഇസ്ലാമിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ആ പ്രദേശങ്ങൾ മുഴുവനും വിമോചിപ്പിക്കപ്പെട്ടു. അവിടെ മനുഷ്യർ മുഴുവൻ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക്, ഒരു ഭാഗം ഇസ്ലാമിലേക്ക് ആകർഷകരാകുകയും മറ്റുള്ളവർ ഇസ്ലാമിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ, അക്രമികളും മർദ്ദകരുമായ ഭരണകൂടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ ഇസ്ലാമിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക് അതിനംഗീകരിച്ചുകൊണ്ട് വിമോചിതരായി തീർന്ന കഥയാണ്, ചരിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അല്ലെങ്കിൽ ഒരു വിജയം എന്ന് പറയുന്നത് അത് ഖുദ്സിൻ്റെ മോചനവും വിമോചനവുമായിരുന്നു. ഖുദ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ആ പ്രദേശമാണ് ഖുദ്സ്. വിശുദ്ധമായ ഇടം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ബാറക്ന ഹൗലഹു എന്ന് പറഞ്ഞ സ്ഥലമാണ്.
സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അതിൻ്റെ ചുറ്റും അനുഗ്രഹീതമാണ്, നാം അനുഗ്രഹിച്ചിരിക്കുന്നു അതിൻ്റെ പരിസരം മുഴുവൻ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടുള്ള ഭൂമിയാണ്. അതാണ് ഖുദ്സ്. അവിടെയാണ് മസ്ജിദുൽ അഖ്സ. ഈ മസ്ജിദുൽ അഖ്സ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബ്ലയാണ്. ലോകത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട, ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ പള്ളിയാണ്. ഒന്നാമത്തെ പള്ളി നമുക്കറിയാം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അറിയാം, മക്കയിലുള്ള കഅബയാണ് ഒന്നാമതായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട മന്ദിരം. വൈകാതെ തന്നെ മസ്ജിദുൽ അഖ്സ, ഒരു ഹദീസിൽ കാണാം, കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം 40 വർഷം കഴിഞ്ഞ്, അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പുത്രൻ യാക്കൂബ് നബി അലൈഹി സ്വലാം അവിടെ മറ്റൊരു പള്ളി നിർമ്മിച്ചു. അതാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. പിന്നെ അതിന് ഏറ്റവും പ്രശസ്തമായ രൂപത്തിൽ നിർമ്മിച്ചത്, ഒരു വലിയ നല്ല രൂപത്തിലുള്ള ഒരു പള്ളിയാക്കിയിട്ട് അതിനെ മാറ്റിയത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്താണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം അദ്ദേഹം യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളാണ്. നമുക്കറിയാം, ചരിത്രം പറഞ്ഞു പോവുമല്ല. അങ്ങനെ അന്ന് സ്ഥാപിതമായ കഅബാലയം പണിത് 40 വർഷങ്ങൾക്കപ്പുറം സ്ഥാപിച്ച, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഖിബ്ലയും പ്രാധാന്യത്തിൽ മൂന്നാമത് നിൽക്കുന്നതുമായ പള്ളി, അതാണ് മസ്ജിദുൽ അഖ്സ. അതിൻ്റെ പുനർനിർമ്മാണം, വിപുലീകരണം സുലൈമാൻ നബി അലൈഹി സ്വലാമിലൂടെ സാധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം അത് നിർവഹിച്ചു. അതിനുശേഷം ഒരുപാട് കാലം അത് ഏകദൈവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി. പ്രവാചകന്മാരൊക്കെ അവിടെയാണ് ഒരുപാട് പ്രവാചകന്മാർ വന്നത്. ഫലസ്തീൻ കേന്ദ്രമായിട്ടാണ് ധാരാളക്കണക്കിന് പ്രവാചകന്മാർ വന്നത് എന്ന് നമുക്കറിയാം. ധാരാളം പ്രവാചകന്മാർ വന്നത് അവിടങ്ങളിൽ. അന്നൊക്കെ അത് ഏകദൈവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ട് നിന്നു. പക്ഷേ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഗതി, ഈ ഭൂമിക്ക് വേണ്ടി, ഈ ഖുദ്സ് നിൽക്കുന്ന ബിലാദു ഷാം എന്നറിയപ്പെടുന്ന ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും നിർണായകമായൊരു പ്രദേശമാണ്. സാമൂഹ്യമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി ഒക്കെ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മണ്ണായതുകൊണ്ട്, പ്രദേശമായതുകൊണ്ട് പല പല പ്രാധാന്യങ്ങളും അതിനുണ്ട്. ഈ ഭൂമിയുടെ ആധിപത്യത്തിന് വേണ്ടിയുള്ള നിരന്തരമായ സമരങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് ബാബിലോണിയൻസ് ഈ പ്രദേശം പിടിച്ചടക്കി ഭരിച്ച ഒരുപാട് കാലം ഉണ്ടായിട്ടുണ്ട്. ഗ്രീക്കുകാർ ഈ പ്രദേശം കൈയടക്കി ഭരിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. പേർഷ്യക്കാർ ഇത് കൈയടക്കി വെച്ച് ഭരിച്ച ഒരുപാട് കാലം ഉണ്ടായിട്ടുണ്ട്. റോമക്കാർ ഇത് കൈയടക്കി വെച്ച് ഭരിച്ച ഒരുപാട് കാലം ഉണ്ടായിട്ടുണ്ട്. പേർഷ്യക്കാരും റോമക്കാരും തമ്മിലുണ്ടായിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങൾ ഈ ഒരു പുണ്യഭൂമിക്ക് വേണ്ടിയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഇതൊക്കെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പലരുടെയും കൈകളാൽ ഈ വിശുദ്ധമായ മന്ദിരം തകർക്കപ്പെടുകയും ഈ പുണ്യഭൂമി മലിനപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനിയുടെ മരണത്തിന് ശേഷം ഹിജ്റയുടെ 16-ാം വർഷം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്ലാമിക സൈന്യം ആ ഖുദ്സിനെ വിമോചിപ്പിച്ചു. അന്നത്തെ അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടതായിരുന്നു ഒന്നാണ്. കാരണം അന്ന് റോമിൻ്റെ കീഴിലാണ്. റോമക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പള്ളി മസ്ജിദുൽ അഖ്സ അവർക്ക് പ്രധാനമല്ല. അതവിടെ കുതിരകളെ കെട്ടിയിടാനും കാലികളെ മേയ്ക്കാനും ഒക്കെ ഇടാനും ഒക്കെയുള്ള തൊഴുത്തൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. മസ്ജിദുൽ അഖ്സ പോയി കണ്ടവർക്കറിയാം, അതിൻ്റെ താഴ്ഭാഗമുണ്ട്, മുകൾ ഭാഗമുണ്ട്. താഴ്ഭാഗം മുഴുവൻ അങ്ങനെ മലിനപ്പെട്ട് കിടക്കുകയായിരുന്നു, പല ഭാഗം തകർക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപ്പുറപ്പുറമുള്ള ചില ചർച്ചകളുണ്ട്, അതാണ് അവർക്ക് പ്രധാനം. ഇന്നും ആ ചർച്ചകൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്ത് ഹോളി സഫൽക്കർ ചർച്ചുണ്ട്. പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നിടത്തുള്ള ചർച്ചുണ്ട്. മരിച്ചു അല്ലെങ്കിൽ കുരിശിലേറ്റപ്പെട്ട ഇറക്കി വെച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നിടത്തുള്ള ചർച്ചുണ്ട്. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചർച്ചയാണ്. പക്ഷേ ഈ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായൊരു സംഗതിയല്ല. മസ്ജിദുൽ അഖ്സ പ്രധാനമായിട്ട് കണ്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദരായിരുന്നു. അവർ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ പല കാരണങ്ങൾ, യഹൂദരായിട്ട് നിന്ന ആളുകൾ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പല ഭാഗത്തേക്ക് പല ഭാഗങ്ങളിലേക്ക്
ഒറ്റക്കായിട്ട് യാത്ര പോയി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവർ ചിതറിപ്പോയിരുന്നു. പിന്നെ അവിടെ അവശേഷിച്ചവരുന്നവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദർ അവശേഷിച്ചിരുന്നു, ക്രൈസ്തവർ അവശേഷിച്ചിരുന്നു. ഇസ്ലാമിൻ്റെ ആഗമനത്തോടുകൂടി ആ പ്രദേശത്തുള്ള മനുഷ്യർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയും അവർ മുസ്ലിങ്ങളായി തീരുകയും ചെയ്തു. ഇതെന്തിനങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലസ്തീനികൾ അറബികളാണെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റൊക്കെ പറയാറുണ്ട്, അവർ അറബികൾ വന്ന് ഞങ്ങളുടെ മണ്ണ് കൈയടക്കി. അവർ അറബികളല്ല. അറബികളെന്ന് പറയുന്ന അറബികളല്ല ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ അറബിയാണെന്ന് വെച്ചാൽ അറബ് ലോകത്തുനിന്ന് മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി വന്നപ്പോൾ അവരെ അത് സ്വീകരിച്ച് ഉൾക്കൊണ്ട് അവരുടെ ഭാഷയും സംഗതിയൊക്കെ മാറിയതാണ്. ഇപ്പം ഈജിപ്തിലുണ്ടായിരുന്ന മനുഷ്യരും ഈജിപ്തിൻ്റെ ഭാഷ അറബിയാണ്. യഥാർത്ഥത്തിലും ഈജിപ്തിലുണ്ടായിരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അവർ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വന്നവരല്ല. ലോകത്ത് അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ അറബി ഭാഷയുണ്ട്. അവിടുത്തെ അവരുടെ വിശ്വാസവും ആദർശവും ഒക്കെ ഇസ്ലാമാണ്. പക്ഷേ അത് മറ്റൊരു നാട്ടിൽ നിന്ന് വന്നവരല്ല. ആ നാട്ടിലുള്ള മനുഷ്യർ, ഇപ്പം ഫലസ്തീനിൽ ഉണ്ടായിരുന്ന മനുഷ്യർ ഇസ്ലാമിൻ്റെ ആഗമനത്തോടുകൂടി അവർ ഇസ്ലാമിലേക്ക് ആകർഷകരാവുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു ചരിത്രപരമായ നിയോഗം ഖുദ്സിനെ വിമോചിപ്പിച്ചു. അതോടുകൂടി ആ പ്രദേശം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഖിലാഫത്തിൻ്റെ ഭാഗമായിട്ട് നിന്നു. പിന്നെ ഖുദ്സിൻ്റെ ചരിത്രം നമുക്ക് ധാരാളം അറിയാം. അതിങ്ങനെ വളർന്ന് വികസിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി. ആ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കയ്യിൽ ഒരു അഭിമാന സ്തംഭമായി ഖുദ്സ് ആരുടെ കയ്യിലുണ്ട്. അതിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് ഇസ്ലാമിക ഖിലാഫത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നവരുടെ അഭിമാന പ്രശ്നമാണ്. ഇസ്ലാമിക ഖിലാഫത്തിൽ നമുക്കറിയാം, പിന്നെ ഉമവികൾ ഉണ്ടായിട്ടുണ്ട്, അബ്ബാസികൾ ഉണ്ടായിട്ടുണ്ട്, ഫാത്തിമികൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ മറ്റു പലരും ഉണ്ടായിട്ടുണ്ടല്ലോ. അവസാനം തുർക്കികൾ എന്ന് പറയപ്പെടുന്ന സുൽത്താൻമാരുണ്ടായിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നാണ് പിന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ആര് വന്നാലും പക്ഷെ ഖുദ്സിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്ത് അതിൻ്റെ പരിപാലനത്തിന് വേണ്ടി. അപ്പോൾ ഈ ഖുദ്സ് പോയി കണ്ടാൽ നമുക്ക് മനസ്സിലായി അത് ഓരോരു പള്ളിയൊന്നുമല്ല, ഒരുപാട് ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഒരു വലിയ കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിനകത്ത് എന്തൊക്കെയുണ്ട്? അതിലുണ്ട് ഖുബത്തു സഹ്റ എന്ന് പറയുന്ന എന്താ പറയുക, പിന്നെ ഉമവി രാജാവ് കഴിപ്പിച്ചിട്ടുള്ള വലിയ കുമ്പുണ്ട്. നമ്മൾ മഞ്ഞ കളറിൽ സ്വർണ്ണ കളറിൽ കാണും. യഥാർത്ഥത്തിൽ അതല്ല മസ്ജിദുൽ അഖ്സ, അതിൻ്റെ അപ്പുറത്താണ് മസ്ജിദുൽ അഖ്സ നടക്കുന്നത്. അങ്ങനെ ഓരോ രാജാക്കന്മാർ അവരുടെ പേരിൽ പ്രത്യേക നിർമ്മിതികൾ നടത്തിയ ഒരുപാട് പള്ളികളുള്ള, ഒരുപാട് കുബ്ബകളുള്ള, ഒരുപാട് നിർമ്മിതികളുള്ള ഒരു വലിയ വിശാലമായി കിടക്കുന്ന ഏരിയയാണ് ഖുദ്സ് എന്ന് പറയുന്നത്. ഇത് കയ്യിലിരിക്കുക എന്ന് പറയുന്നതും അത് പരിപാലിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ് എന്ന് രാജാക്കന്മാരൊക്കെ മനസ്സിലാക്കി. ഇത് തന്നെയാണ് ഇതിനെ നിരന്തരം ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന യൂറോപ്പ്. ആ യൂറോപ്യന്മാർ ഒരുപക്ഷെ റോമാക്കാരിൽ നിന്ന് അവരെ പരാജയപ്പെടുത്തിയിട്ട് ആ പ്രദേശത്തുള്ള മനുഷ്യരെ കൊണ്ട് ഇത് ഇസ്ലാമിക ഖിലാഫത്തിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഭാഗമാക്കി തിരിച്ചു കൊടുത്ത അന്നത്തെ ആ പകയും വിരോധവും വെച്ചുകൊണ്ട് നമുക്കൊരു കുരിശ് യുദ്ധം എന്ന് പറഞ്ഞിട്ട് ചരിത്രത്തിൽ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ 1095 ആരംഭിച്ച കുരിശ് യുദ്ധം ഒരു നൂറ്റാണ്ട് കാലത്തോളം അതിങ്ങനെ നിലനിൽക്കുകയും അവസാനം അവർ ഖുദ്സ് ബൈത്തുൽ മുഖദ്ദസ് പിടിക്കുകയും കൈയടക്കി വെക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. എൻ്റെ ചരിത്രമൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് കുരിശ് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ. രക്തം തളം കെട്ടി നടക്കുമ്പോൾ ഇങ്ങനെ മുട്ടുവരെ, കാലിൻ്റെ മുട്ടുവരെയും രക്തത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യരുണ്ടായിരുന്നു. മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്ത സൈന്യാധിപന്മാരും പോപ്പുമാരും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വായിച്ചൊരു വാചകം എൻ്റെ മനസ്സിൽ എപ്പോഴും എന്താ പറയുക, ഒരു വേദന പോലെ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് തങ്ങി നിൽക്കുന്നൊരു വാചകം എന്താണെന്നറിയോ? അവിടെ കൂട്ടക്കൊല നടത്താൻ ആഹ്വാനം ചെയ്തപ്പോൾ അതിൽ നമ്മളാളുകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ നമ്മളാളുകളുണ്ട്. അപ്പം ഇങ്ങനെ കൊല്ലുമ്പോൾ മുസ്ലിങ്ങൾ ആരാണ് ക്രിസ്ത്യാനി ആരാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പറഞ്ഞു കിൽ ദം ഓൾ എന്നത്ര പറഞ്ഞു. ഗോഡ് വിൽ സെപ്പറേറ്റ് ദം. മുഴുവണ്ണത്തിനെയും കൊന്നേക്കും. ദൈവം അവർക്കിടയിൽ ക്രിസ്ത്യാനി ആരാ മുസ്ലിങ്ങളാണെന്ന പിന്നെ വേർതിരിക്കുന്നു. അങ്ങനെ ഖുദ്സ് സന്ദർശിക്കുന്ന ആളുകൾക്കൊക്കെ അവിടുത്തെ ഗൈഡുകൾ ഒരു ഇടം കാണിച്ചു കൊടുക്കും. ആ പ്രദേശം ഉണ്ടല്ലോ, അവിടെ 40,000 മനുഷ്യർ ഒരു ദിവസം കൊണ്ട് വെട്ടി കൊലപ്പെടുത്തി. അവിടെയാണ് രക്തം ഇങ്ങനെ കാലിൻ്റെ മുട്ടുവരെ നിന്നതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വലിയ ഒരു എന്താ പറയുക 100 വർഷത്തെ ആ പിന്നെ ബൈത്തുൽ മുഖദ്ദസ് കൈയടക്കി വെച്ച് അവിടെ നടത്തിയ അക്രമവർദ്ധനങ്ങളുടെ ഒരു ചരിത്രം അവിടെ ഉണ്ട്. പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അത് ഒരു നൂറ്റാണ്ടിനപ്പുറം നിന്നില്ല. പിന്നെ അത് ആ ഒരു മഹാനായ മനുഷ്യൻ ഉദയം ചെയ്തു ഇസ്ലാമിക ലോകത്ത്. അത് സുൽത്താൻ
സലാഹുദ്ദീൻ അയ്യൂബിയാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം ഈ കുരിശുപടയിൽ നിന്ന്, അക്രമികളിൽ നിന്ന് വീണ്ടും ഖുദ്സിനെ വിമോചിപ്പിച്ചു. ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ, മുസ്ലിം ലോകത്തിൻ്റെ ഭാഗമാക്കി. അങ്ങനെ പിന്നെ കുറേ കാലം മുമ്പോട്ട് പോയി അല്ലേ. പിന്നെ കുറേ കാലം മുമ്പോട്ട് പോയിട്ട് 1948 ഇതാ വീണ്ടും ഖുദ്സ് നഷ്ടപ്പെട്ടു. അത് മറ്റൊരു കുതന്ത്രത്തിൻ്റെ ഫലമായിട്ട്. അത് സിയോണിസം 18-ാം നൂറ്റാണ്ട് മുതൽ രാജ്യത്തുണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ചിതറിക്കിടക്കുന്ന, പല ഭാഗത്തും ചിതറിക്കിടക്കുന്ന ജൂതന്മാരവരിൽ ഒരു പ്രത്യേക വിഭാഗം തങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണം, രാഷ്ട്രം വേണം എന്ന് തീരുമാനിച്ച് ചർച്ച ചെയ്ത് അവസാനം അവർ 3 രാജ്യങ്ങളിലേക്ക് അവരെത്തി. ഒന്ന് നമ്മുടെ അർജന്റീനയാണ് അവർ ഒന്ന് സെലക്ട് ചെയ്തത്, മറ്റൊന്ന് എത്യോപ്യയാണ് സെലക്ട് ചെയ്തത്, മറ്റൊന്ന് അവർ ഫലസ്തീനാണ് സെലക്ട് ചെയ്തത്. അവസാനം യൂറോപ്പിൻ്റെ സഹായത്തോടുകൂടി ഒരുപാട് വലിയ കുതന്ത്രങ്ങളുടെ ഭാഗമായി നമ്മുടെ തന്നെ കൊള്ളരുതായ്മ കൊണ്ട്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ കൊള്ളരുതായ്മ കൊണ്ടും, അധികാരക്കൊതി കൊണ്ടും, ഭൗതികത കൊണ്ടും, സുഖലോലുപത കൊണ്ടും ഖുദ്സ്, ഫലസ്തീൻ അവർ തിരഞ്ഞെടുത്ത് ആ ഫലസ്തീനെ യഥാർത്ഥ സിയോണിസത്തിൻ്റെ കേന്ദ്രമാക്കി. 2 രാഷ്ട്രം എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും പിൽക്കാലത്ത് അത് പടിപടിയായി നഷ്ടപ്പെട്ടു പോയ ചരിത്രം. ഈ ചരിത്രം പറയാനല്ല ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നത്, ഒന്ന് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ നിലവിലുള്ള സാഹചര്യം നമ്മുടെ പിടിപ്പുകോട് കൊണ്ട് പോയതാണെന്നറിയില്ലേ. ഖുദ്സ് വിമോചിപ്പിക്കാൻ, ഖുദ്സിനെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി വന്ന യൂറോപ്യൻ സൈന്യത്തിൻ്റെ കൂടെ മുന്നിലുണ്ടായിരുന്ന ആരാണെന്നറിയോ? മുസ്ലിങ്ങളായിരുന്നു. ഷെരീഫ് ഹുസൈൻ്റെ, മക്കയിലെ ഷെരീഫ് ഹുസൈൻ്റെ സൈന്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ നമ്മുടെ കൊള്ളരുതായ്മയുടെ, നമ്മുടെ അന്തക്കേടിൻ്റെ ആഴം അവിടെ മനസ്സിലാവും. ആ അന്തക്കേടിൻ്റെ ഫലമായിട്ടാണ് ബൈത്തുൽ മുഖദ്ദസ്, ഖുദ്സ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നത് ചരിത്രമാണ്. അന്ന് അത് പിടിച്ചെടുത്തു. 2 രാജ്യം എന്നുള്ള ഒരു തീരുമാനമൊക്കെ ആദ്യം വന്നെങ്കിലും പിൽക്കാലത്ത് നിരന്തര യുദ്ധങ്ങളിൽ 1967 6 ദിന യുദ്ധത്തോടു കൂടി പൂർണ്ണമായും ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം നഷ്ടപ്പെട്ടു പോവുകയും വെസ്റ്റ് ബാങ്ക്, ഗസ എന്ന് പറയുന്ന 2 ഇടങ്ങളിൽ മാത്രം ചെറിയ പൊട്ടുകൾ പോലെ ഫലസ്തീൻ നിലനിൽക്കുകയും ചെയ്തു എന്നാണ്. ആ ഗസയാണ് ഇപ്പം നമ്മളെന്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗസ. പക്ഷേ ആ ഗസക്കാരായ മനുഷ്യർ, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ, അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ഭൂമി, എവിടുന്നോ വന്ന ആളുകൾ, ഇത് 3000 വർഷം മുമ്പ് ഞങ്ങളുടേതായിരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നവർ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്ന, ഞങ്ങളുടെ നാടും ഞങ്ങളുടെ ഭൂമിയും ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഗേഹമാകുന്ന പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസും മസ്ജിദുൽ അഖ്സയും കൈയടക്കി കീഴടക്കി വെച്ച് ഞങ്ങൾ ആട്ടിയോടിച്ചാൽ ഇല്ല, വിട്ടുതരില്ല. ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുമെന്നവർ തീരുമാനിച്ച് നിരന്തരമായ തയ്യാറെടുപ്പുകളോടുകൂടി അവസാനത്തെ ഒരു പോരാട്ടം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറയാനുള്ളത്. ഗസക്കാർ നടത്തിയ ആക്രമണമല്ലേ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധം തോറ്റുന്നോ ജയിച്ചെന്നോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് ഗസക്കാർ തോറ്റു ആകെ കുഴപ്പമല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിർണായകമായ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ നമ്മുടെ സഹോദരന്മാർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തോറ്റിട്ടൊന്നുമില്ല അവർ, കാരണം മറ്റുള്ളവരുടെ ലക്ഷ്യമൊന്നും നേടിയിട്ടില്ല. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഹമാസിനെ ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യമാണ്. ഗസ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം. ബന്ദികളെ, ഒരു ബന്ദിയെ പോലും സ്വന്തമായി മോചിപ്പിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവസാനം കരാറൊക്കെ ഉണ്ടാക്കി കുറേ ആളുകളൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് പാരമ്പര്യം അനുസരിച്ച്, അവരുടെ പാരമ്പര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിയരുടെ പാരമ്പര്യം, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത അവരോട് കാണിച്ച ആ പാരമ്പര്യം തന്നെ, ചതിയുടെ, വഞ്ചനയുടെ പാരമ്പര്യം വീണ്ടും പുറത്തെടുത്തിട്ട് ആ കരാറുകളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപരാധികളായ നിസ്സഹായരായ മനുഷ്യരെ, ഏതാണ്ട് 30ഓളം ലക്ഷം മനുഷ്യർ ജീവിക്കുന്നുണ്ട് ആ ഒരു കുറഞ്ഞ ഇടത്തിൽ. അതിലേതാണ്ട് 14 ലക്ഷത്തോളം കുട്ടികളാണ്, സ്ത്രീകളാണ്, വൃദ്ധന്മാരാണ്, ഗർഭിണികളാണ്. ഇത് ഈ മനുഷ്യരെ മുഴുവനും അവരുടെ ഇടങ്ങളും, അവരുടെ വീടുകളും, അവരുടെ കെട്ടിടങ്ങളും, അവരുടെ കൃഷിയിടങ്ങളും, ഹോസ്പിറ്റലുകളും, ആശുപത്രികളും, സ്കൂളുകളും ഒക്കെ തകർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പാഴിച്ച് കഷ്ടപ്പെടുത്തി അവസാനം ഇപ്പോൾ ഒരഭയവുമില്ലാതെ അലഞ്ഞു തിരിയുന്ന മനുഷ്യർ ടെൻറ്റുകളിലും കൂരകളിലും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകൾ. മാരകമായ രോഗങ്ങളാണെന്ന് അവരെ ബാധിച്ചിരിക്കുന്നത്. ചികിത്സയില്ല, ആശുപത്രികളില്ല, മരുന്നില്ല, ഭക്ഷണമില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല. ഭക്ഷണത്തിന് മുമ്പിലിരിക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന, ടേബിളിൽ കിടക്കുന്ന, ആ അസ്ഥിപഞ്ചരമായി കിടക്കുന്ന, എല്ലും തോലുമായി കിടക്കുന്ന കുഞ്ഞിനെ നമ്മുടെ മുന്നിൽ വരികയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനോ
വെള്ളം കുടിക്കാൻ പോലും തോന്നാത്ത ഒരു സാഹചര്യം. ഇതൊരു കുഞ്ഞു മാത്രമല്ല, അവിടുത്തെ കുഞ്ഞുങ്ങളും അവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇന്ന് ഇതേ അവസ്ഥയിലാണ്. ഭക്ഷണത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്നിടത്ത് തിക്കിത്തിരക്കി പാത്രവുമായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ? അവിടെയാണ് ഏകപക്ഷീയമായി വെടിവെച്ചിട്ട് 50, 60, 70, 90, 100 ഒക്കെ മനുഷ്യരെ നിരന്തരമായി കൊന്നിരിക്കുന്നത്. പട്ടിണിക്കിട്ട് കൊല്ലുക, മാരക രോഗം ബാധിച്ചിട്ട് മരിച്ചു പോവുക, അതിനിടയ്ക്ക് ഇങ്ങനെ കൊന്നൊടുക്കുക, ടാങ്കുകൾ കയറ്റിക്കൊല്ലുക, ഇങ്ങനെയുള്ള ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിനിഷ്ഠൂരമായ ക്രൂരതകൾ ഗസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാ അപ്പോൾ പറയാനുള്ളത്. എന്താ ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയെന്ന്. ഇത് നമ്മളോട് മാത്രമുള്ള ചോദ്യമല്ല കേട്ടോ. ഇതിൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട് മനുഷ്യരെ. അതിൻ്റെ ചുറ്റും തമ്പുരാക്കന്മാരുണ്ട്. ആ തമ്പുരാക്കന്മാർ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാർക്ക് കണ്ട സ്തുതി പാടി അവരുടെ കാലൊഴിഞ്ഞൂർത്തോട് നടക്കണേ അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാവും, സൂചന മതിയല്ലോ. ചുറ്റും നിൽക്കുന്ന നോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക. നിസ്സംഗമായിട്ട് ലോകം നോക്കി നിന്നുകൊണ്ടിരിക്കാം. ഒരു വിശ്വാസിക്ക് ഇത് സാധിക്കില്ല. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തി الظالم أهلها وجعل لنا من لدنك وليا وجعل لنا من لدنك نصيرا. നിങ്ങൾക്ക് എന്ത് പറ്റി? വമാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. എന്തുകൊണ്ട് നിങ്ങൾ പോരാടാൻ ഇറങ്ങുന്നില്ല? പോരാട്ടത്തിനുള്ള ആഹ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എപ്പോഴാണെന്നറിയോ? വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. ദുർബലരായ പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും അല്ലദീന യഖൂലൂൻ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേടുകൊണ്ടിരിക്കുന്നു, നിലവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തിൽ ളാലിമി അഹ്ലുഹാ. പടച്ചവനെ, അക്രമികളായി മനുഷ്യരുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, അല്ലെങ്കിൽ ഈ അക്രമികൾക്കെതിരെ വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. ഈ അക്രമികൾക്കെതിരെ ഞങ്ങൾക്കൊരു രക്ഷകനെ നൽകണേ, ഞങ്ങൾക്കൊരു സഹായം നൽകണേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് താണ് കേണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വിലപിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കയ്യും കെട്ടി നോക്കിയിരുന്ന് സുഖിച്ച് മതിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമുണ്ട്. ഇത് എല്ലാവരോടുള്ള ചോദ്യമായി. ഈ ചോദ്യം നമുക്കുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ? നമുക്കെന്താ ചെയ്യാനല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഇന്ന് പ്രാർത്ഥനയിലും മറക്കരുത്. പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധം. ഇന്നല്ലെങ്കിൽ നാളെ അത് ഫലിക്കും. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ എഴുന്നേറ്റ് വന്നത്. അവർ ഖുദ്സിന് വേണ്ടിയാണ് എഴുന്നേറ്റ് വന്നത്. ലോക ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയാണ് അവർ എഴുന്നേറ്റ് വന്നത്. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയാണ് അവർ എഴുന്നേറ്റ് വന്നത്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് പോലെ മറ്റവർക്ക് അങ്ങോട്ട് മുട്ടുമടക്കി കൊടുത്ത് അവരുടെ കാലിൻ്റെ അടിയിൽ കാല് നക്കിയിട്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്കൊരു കുഴപ്പമുണ്ടാകുന്നില്ല, സുഖമായിട്ട് അവർക്കും ജീവിക്കാമായിരുന്നു. അങ്ങനെ സുഖിക്കേണ്ടെന്നും അങ്ങനെ ജീവിക്കേണ്ടെന്നും അവർ തീരുമാനിച്ചത്. ഫലസ്തീൻ പ്രശ്നം ജനങ്ങൾ അങ്ങനെ മറന്നു തുടങ്ങിയെന്ന. ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ഇസ്രായേലിന്റെ പ്രസിഡന്റ് പ്രസംഗിച്ചു, അതൊരു അടഞ്ഞ അധ്യായമാണെന്ന്, നീ അതിനെക്കുറിച്ച് ചർച്ചയില്ലെന്ന്. ഈ പറഞ്ഞ തമ്പുരാക്കന്മാരുടെ രാജ്യങ്ങളൊക്കെ ഇവരുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ട് അവരുമായിട്ട് വലിയ ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ചിലരൊക്കെ പ്രത്യേക ചുവന്ന പരവതാനി വിരിച്ച് അവരൊക്കെ സ്വീകരിച്ച് ആനയിച്ചിട്ട് ഇങ്ങനെ അവസാനം ഫലസ്തീനില്ല, ഖുദ്സില്ല, ബൈത്തുൽ മുഖദ്ദസ് ഇല്ല, അന്തസ്സില്ല, അഭിമാനമില്ല, മുഴുവൻ അവരുടെ കാലിൻ്റെ അടിയിൽ പണയം വെച്ച ഒരു സാഹചര്യത്തിൽ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം ജീവിതം. അവർക്കറിയാം ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന്, എന്തിനാ ഏറ്റുമുട്ടുന്നതെന്ന്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് പ്രതികരിച്ചതെന്നതാണ്. അതുകൊണ്ട് ആ പ്രശ്നം വീണ്ടും ചർച്ച വന്ന് ഇപ്പൊ വീണ്ടും ഫലസ്തീൻ ചർച്ചയായി. ഇല്ല, മറക്കാൻ അനുവദിക്കില്ല എന്നാണ്. വൽ ഖുദ്സു ലനാ, ഖുദ്സ് നമ്മുടേതാണ്, ഞങ്ങളുടേതാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്. അത് മലിനപ്പെടുത്താൻ അനുവദിക്കില്ല. അതിന്റെ പരിസരത്ത് ജീവിച്ച ആദിവാസികളായ മനുഷ്യർ, അവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിച്ച മനുഷ്യർ, അവരുടെ പിറന്ന നാടും വീടും അവരുടെ ജന്മഭൂമിയും തട്ടിയെടുക്കാൻ എവിടെന്നോ വന്നവൻ അവനെ അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം. ആ പ്രഖ്യാപനമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അവർ വലിയ വില കൊടുക്കുന്നുണ്ട്. ആ വില കൊടുക്കുന്ന സഹോദരന്മാരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ നമ്മുടെ നെഞ്ചിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമുക്ക് പരിമിതിയുണ്ട്. എന്തെങ്കിലും അർത്ഥത്തിൽ, ഏതൊക്കെ അർത്ഥത്തിൽ അവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ ആ സഹായ സഹകരണങ്ങളൊക്കെ നമുക്കുണ്ടാവണം. നമ്മുടെ സഹോദരന അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യദ്ലിംഹു വലാ യുസ്ലിം നമ്മൾ പറഞ്ഞിട്ടില്ലേ? അക്രമിക്ക് വിട്ടുകൊടുക്കൂല, അക്രമം കാണിക്കൂല, വിട്ടുകൊടുക്കൂല. ഇത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭമാണ്. വളരെയേറെ വേദനാജനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. പേടിക്കേണ്ടട്ടോ, ദുഃഖിക്കേണ്ട. അവരൊക്കെയും അള്ളാഹുവിൻ്റെ
അടുത്ത് രക്തസാക്ഷികളാണ്. അവരൊക്കെയും അള്ളാഹുവിൻ്റെ അടുത്ത് പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവരായിരിക്കും. പക്ഷേ നമ്മളെന്താണെന്നുള്ളതാണ്. ഇതിങ്ങനെ എല്ലാ കാലാകാലം നിലനിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹ് അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ. ഇതൊക്കെ ഒരു അറുതി ഉണ്ടാകും. കാലം ഇനി മുമ്പോട്ട് പോകും, ചരിത്രം മാറും മറിയും. ഒരു പുതിയ സലാഹുദ്ദീൻ അയ്യൂബി ഇനിയും ഉദയം ചെയ്യും. അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിമോചിപ്പിക്കപ്പെടും, നീതി സ്ഥാപിക്കപ്പെടും. വീണ്ടും പരിശുദ്ധ ഖുദ്സ് ബൈത്തുൽ മുഖദ്ദസ് അന്തസ്സോടുകൂടി ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഗേഹമായിട്ട് തിരിച്ചു പിടിക്കപ്പെടും. അതിലൊന്നും സംശയമില്ല. പക്ഷെ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോവുക. ഈ സമയത്ത് പ്രാർത്ഥന കൊണ്ട് അവർക്കോടൊപ്പം നിൽക്കുകയും കൂട്ടിരിക്കുകയും അവരെ ചേർത്ത് പിടിക്കുക. പിന്നെ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതൊക്കെയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യാം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد أيها المؤمنون ഉസിക്കും ഇബാദുല്ലാഹി വഇയ്യായ സാനിയ ബിതഖ്വല്ലാഹ്. അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ധാരാളമായിട്ട് പ്രാർത്ഥിക്കാനുള്ള സന്ദർഭമാണ് പ്രിയമുള്ളവരെ. പ്രാർത്ഥനയിൽ മറക്കാതിരിക്കണം. അപ്പോൾ അതിന് മുമ്പൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്കൊരു അറിയിപ്പ്, പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായതുകൊണ്ട് ഞാൻ ഇവിടെ മെമ്പറിൽ പറയുന്നു. നമുക്കൊരു ഒരു ഖുർആൻ സമ്മേളനം നമുക്ക് നടക്കാൻ പോകുന്നുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ അൽജാമിയൽ ഓഡിറ്റോറിയത്തിൽ ബഹുമാന്യനായ പണ്ഡിതൻ വി.ടി. അബ്ദുൽ ഖായ തങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഖുർആൻ സമ്മേളനമാണ്. ഖുർആൻ ടോക്ക് വലിയൊരു പരിപാടിയാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള നമ്മുടെ എല്ലാവരും, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും ആ പരിപാടിയിൽ സംബന്ധിച്ച്, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഖുർആൻ ടോക്ക് ഇങ്ങനെ തുടരെയായിട്ട് നമ്മുടെ മഹല്ലിൽ നമ്മുടെ പരിപാടി ഭാഗങ്ങളിലായിട്ട് നടത്തി അതൊരു വലിയ പരിപാടിയാക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം, ഉദ്ഘാടനമാണ്. എല്ലാ സഹോദരങ്ങളും ആ പരിപാടിയിൽ സംബന്ധിക്കണം. ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ, പടച്ച റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഖുദ്സിൽ പ്രയാസപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന, ദുരിതം പേറുന്ന, കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കുന്ന നാഥ, നീ അവർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകണേ തമ്പുരാനെ. വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്കെതിരെ കുതന്ത്രങ്ങൾ വരെയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അവരുടെ കുതന്ത്രങ്ങളെ അവർക്കിടയിൽ തന്നെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. സത്യവിശ്വാസികൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ക്ഷമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആശ്വാസവും സമാധാനവും കൊടുക്കണേ നാഥ. മരണപ്പെട്ടു പോയവരെ രക്തസാക്ഷികളായിട്ട് പരിഗണിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും നൽകണേ നാഥ. ഞങ്ങളെ ഈ സത്യവിശ്വാസികളോ ഞങ്ങളെ വിശ്വാസികൾ മുഴുവനും ചേർത്ത് പിടിക്കുന്ന വിശാലമായ മാനസികാവസ്ഥ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا في فلسطين وغزة يا رب العالمين اللهم انصر إخواننا يا رب العالمين اللهم دمر أعداءك وأعداء الدين اللهم دمر اليهود الظالمين اللهم دمر اليهود المعتدين يا رب العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. الصلاة الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر لا إله إلا الله